ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ മോരുകറിയാണ്. ചോറിനോടൊപ്പം മോരുകറിയും പപ്പടം കാച്ചിയത് ഒരു ഓംലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് തിന്നാം അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് തൈരാണ്, പിന്നെ വെളുത്തുള്ളി, ജീരകം, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി. ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, ജീരകം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ തൈരും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ അടിയാതെ കിടക്കും. അങ്ങനെ നമ്മൾ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1 കപ്പ് തൈരാണ്. നിങ്ങൾക്ക് പുളിയുള്ള തൈര് ചേർക്കാം, ഇല്ലെങ്കിൽ യോഗേർട്ടാണെങ്കിൽ യോഗേർട്ടും ചേർക്കാം. പിന്നെ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അങ്ങനെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നാടൻ വിഭവമായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് കടുക്. അങ്ങനെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടാറാകുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് അടുത്ത് ആഡ് ചെയ്യുന്നത് ഉലുവയാണ്. നമ്മുടെ മോര് കറിക്ക് ഉലുവയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ മോര് കറിക്ക് കിട്ടുന്നത്. അങ്ങനെ ഈ ഉലുവയും കടുകും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടുകയും വേണം, ഉലുവ എന്നാൽ കരിഞ്ഞു പോകരുത്. ഒരു ലൈറ്റായിട്ട് കളറൊന്ന് മാറി വരികയും ചെയ്യണം. ഇതായിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഉലുവയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില ഉണ്ട്. കറിവേപ്പില ഈ ഒരു സമയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ കറിവേപ്പില കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും മോരുകറി വെക്കുമ്പോൾ നമ്മൾ മോരുകറിയുടെ മിക്സ് ഒഴിച്ചതിന് ശേഷമേ ഞാൻ കറിവേപ്പില ആഡ് ചെയ്തുള്ളൂ. അങ്ങനെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഞാൻ ഈ സമയത്താണ് കറിവേപ്പില ഇട്ടിട്ടുള്ളത്, കണ്ടല്ലോ. നന്നായി മിക്സ് ചെയ്യുക. പിന്നെ തൈര് കൊണ്ടുള്ള ഏത് കറി ഉണ്ടാക്കിയാലും നിങ്ങൾ തീ എപ്പോഴും കുറച്ച് വെച്ചതിന് ശേഷം മാത്രം കുക്ക് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ മോര് കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയാൽ അങ്ങനെ ഇവിടെ ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. ഇനി നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി മോര് കറി. അപ്പോൾ ചോറിനോടൊപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.